ഹായ് ഫ്രണ്ട്സ്, ലേൺ പി എസ് സി അക്കാഡമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ബാക്ടീരിയ സ്ട്രക്ചറിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ 7th ഡേയിലേക്ക് പോവുകയാണ്. ബാക്ടീരിയ ആയിരുന്നു നമ്മുടെ ടോപ്പിക്ക്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ബാക്ടീരിയ സെൽ വാൾ സ്ട്രക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ഓഫ് ബാക്ടീരിയ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അത് കണ്ടിട്ടേ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാവുള്ളൂ, എങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയ സെൽസ് typically contain ribosomes, nucleoid, variety of vacuoles within their cytoplasm. Their bacteria sometimes contain endospores. അപ്പം ബാക്ടീരിയയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് സൈറ്റോപ്ലാസം ആണ്. അപ്പം ഈ സൈറ്റോപ്ലാസത്തിനകത്താണ് റൈബോസോംസും അതുപോലെ തന്നെ ന്യൂക്ലിയോയിഡ്സ്, വാക്യൂൾസ് അങ്ങനെ വരുന്ന കമ്പോണൻസ് എല്ലാം കാണുന്നത് ഈ സൈറ്റോപ്ലാസത്തിലാണ്. അപ്പം ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഒരു സെമി സബ്സ്റ്റൻസ് ആണ്, സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പം അതിനകത്ത് ക്രോമസോംസ്, റൈബോസോംസ്, അതുപോലെ തന്നെ ഈ റൈബോസോംസ് ഒക്കെ കൂടാതെ തന്നെ വേറെ കുറച്ച് സബ്സ്റ്റൻസും കൂടെ കാണാറുണ്ട്. എൻസൈംസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, അതുപോലെ തന്നെ ഇനോർഗാനിക് അയൺസ്, ഇങ്ങനത്തെ കുറച്ച് കമ്പോണൻസും കൂടെ ഈ സൈറ്റോപ്ലാസത്തിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയയുടെ മിക്ക കെമിക്കൽ റിയാക്ഷൻസും, അതായത് ആനബോളിക് ആണെങ്കിലും കാറ്റബോളിക് ആണെങ്കിലും റിയാക്ഷൻ നടക്കുന്നത് ഈ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എവിടെ വെച്ചാണ് ആനബോളിക് ആൻഡ് കാറ്റബോളിക് റിയാക്ഷൻസ് ബാക്ടീരിയയിൽ നടക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ സൈറ്റോപ്ലാസം ആണ് ആൻസർ. അപ്പം ഇത്രയാണ് സൈറ്റോപ്ലാസത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞ ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതിനുള്ളിലാണ് ക്രോമസോംസും റൈബോസോംസും വാക്യൂൾസ്, ഗ്രാന്യൂൾസ്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഇനോർഗാനിക് സബ്സ്റ്റൻസ് എല്ലാം കാണുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. അപ്പോൾ ആ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് കെമിക്കൽ റിയാക്ഷൻസ് കൂടുതലായിട്ടും നടക്കുന്നത്. അതായത് ആനബോളിക് ആണെങ്കിലും കാറ്റബോളിക് ആയിട്ടുള്ള റിയാക്ഷൻസ് എല്ലാം നടക്കുന്നത് ഈ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. നെക്സ്റ്റ് റൈബോസോംസ്. റൈബോസോംസ് കൺസിസ്റ്റ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻസ്. അപ്പം റൈബോസോം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഒരു സൈറ്റാണ്. അപ്പം റൈബോസോംസ് അബണ്ടൻ്റ് ആയിട്ട് സൈറ്റോപ്ലാസ്റ്റിക് കാണുവാണെങ്കിൽ അതിനെ നമ്മൾ പോളി റൈബോസോംസ് എന്നാണ് പറയുന്നത്. പോളി റൈബോസോംസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ റൈബോസോം എന്ന് പറഞ്ഞാൽ ഒരു സ്പെറിക്കൽ അല്ലെങ്കിൽ ഒരു ലാർജ് സബ് യൂണിറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പം ബാക്ടീരിയയുടെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ സ്മോളർ സബ് യൂണിറ്റ്സ് ആയിട്ടായിരിക്കും കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പം ഈ റൈബോസോംസിൻ്റെ സെഡിമെൻറ്റേഷൻ റേറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സ്വെഡ്ബർഗ് യൂണിറ്റ് അല്ലെങ്കിൽ എസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട് 30S, 50S എന്നൊക്കെ പറയാറുണ്ട്. ഈ എസ് എന്ന് പറയുന്നത് അതിൻ്റെ സെഡിമെൻറ്റേഷൻ റേറ്റിനെ കുറിക്കുന്ന യൂണിറ്റാണ്. സ്വെഡ്ബർഗ് യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പം ബാക്ടീരിയ റൈബോസോംസ് എന്ന് പറഞ്ഞാൽ യൂക്യാരിയോട്ടിക് റൈബോസോംസിനേക്കാളും കുറച്ചുകൂടെ സ്മോളർ സൈസ് ആയിരിക്കും. അപ്പം ഇതെപ്പോഴും ഒരു സ്മോൾ സബ് യൂണിറ്റ്സ് ആയിട്ടായിരിക്കും കാണുന്നത്. അതായത് 30S, 50S എന്നൊക്കെ പറഞ്ഞായിരിക്കും കാണുന്നത്. അപ്പോൾ റൈബോസോംസിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ റൈബോസോംസ് ആ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അതുപോലെ തന്നെ അത് ലാർജ് നമ്പർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പോളി റൈബോസോംസ് എന്ന് പറയാറുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ സെഡിമെൻറ്റേഷൻ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന സ്വെഡ്ബർഗ് യൂണിറ്റ്സിലാണ്. അതാണ് എസ് എന്ന് പറയുന്നത്. അപ്പം പ്രോക്യാരിയോട്സ് അല്ലെങ്കിൽ ബാക്ടീരിയയിൽ എപ്പോഴും സ്മോൾ സബ് യൂണിറ്റ്സ് ആയിട്ടായിരിക്കും റൈബോസോംസ് കാണുന്നത്. അപ്പോൾ അതിനെ 30S എന്നും 50S എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയോയിഡ് ഈസ് ദ റീജിയൻ ഓഫ് സൈറ്റോപ്ലാസം വേർ ദി ക്രോമസോമൽ DNA ഈസ് ലൊക്കേറ്റഡ്. അപ്പം ഈ ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൽസ് അല്ല. അപ്പം ഈ ന്യൂക്ലിയസിനുള്ളിലാണ് ക്രോമസോമൽ DNA കാണപ്പെടുന്നത്. അപ്പം മോസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ബാക്ടീരിയയിൽ സിംഗിൾ സർക്കുലർ ആയിട്ടുള്ള ക്രോമസോമൽ DNA ആയിരിക്കും കാണപ്പെടുന്നത്. ഇതാണ് റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ DNA സ്ട്രാൻഡ്സ് കാണും. അതാണ് പ്ലാസ്മിഡ്. അപ്പം പ്ലാസ്മിഡ് എന്താണെന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ DNA സ്ട്രാൻഡ്സിനെയാണ് പ്ലാസ്മിഡ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻക്ലൂഷൻസ്. Bacteria can have within their cytoplasm a variety of small bodies collectively referred to as inclusions. അപ്പം ബാക്ടീരിയയുടെ ബോഡിക്കുള്ളിൽ കാണപ്പെടുന്ന സ്മോൾ ബോഡീസിനെ എല്ലാം കൂടെ ചേർന്ന് പറയുന്നതാണ് ഇൻക്ലൂഷൻസ് എന്ന്, അല്ലെങ്കിൽ ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയാറുണ്ട്. അപ്പം അത് ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ വാക്യൂൾസ് അതുപോലത്തെ ഏതെങ്കിലും ഒരു കമ്പോണൻസ് ആകാം.
അപ്പോൾ ഫസ്റ്റ് വൺ ഗ്രാന്യൂൾസ്. ഈച്ച് ഗ്രാനുles contain a specific substance such as glycogen or phosphates. അപ്പോൾ ഓരോ ഗ്രാനുൾസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഫോസ്ഫേറ്റ്സ് കാണും. അതുപോലെ തന്നെ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് പോളിമർ ഒക്കെയാണ് കാണപ്പെടുന്നത്. അപ്പം ഇതൊക്കെ എനർജിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്, എനർജി ആയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ഫോസ്ഫേറ്റ് സപ്ലൈ ചെയ്യുന്നത് മെറ്റബോളിക് പ്രോസസ്സിന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഗ്രാനുൾസിനകത്ത് കാണപ്പെടുന്ന കമ്പോണൻസ് ആണ് ഗ്ലൈക്കോജൻ ആൻഡ് ഫോസ്ഫേറ്റ്. അപ്പം ഗ്ലൈക്കോജൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു എനർജി ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ ഫോസ്ഫേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു മെറ്റബോളിക് പ്രോസസ്സിന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സ്റ്റോറേജ് ഗ്രാനുൾസ് എടുത്തു കഴിഞ്ഞാൽ, സ്റ്റോറേജ് ഗ്രാനുൾസ് എന്ന് പറഞ്ഞാൽ ഒരു വെസിക്കിൾസിനെ ബൗണ്ട് ചെയ്ത ഒരു മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പം ഈ ഗ്രാനുൾസിനെ നമ്മൾ സൈമോജൻ ഗ്രാനുൾസ് അല്ലെങ്കിൽ കണ്ടൻസിങ് വാക്യൂൾസ് നമ്മൾ പറയാറുണ്ട്. അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ മെറ്റബോളിസത്തിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റോറേജ് ഗ്രാനുൾസ്. അപ്പം അതിൻ്റെ എനർജി റിസർവോറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എടുത്തു കഴിഞ്ഞാൽ സൾഫർ കണ്ടെയ്നിങ് ഗ്രാനുൾസ് ആണെങ്കിൽ ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്തിപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഗ്ലൈക്കോജന്, ലിപ്പിഡ്സ്, പോളിഫോസ്ഫേറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം ഇതിൻ്റെ ഒരു റിസർവ് ഫുഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രോക്യാരിയോട്സിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഒരു റിസർവ് ഫുഡായിട്ടാണ് ഈ ഗ്രാനുൾസ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വെസിക്കിൾസ്. എൻക്ലോസ്ഡ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് വെസിക്കിൾസ് ഓർ വാക്യൂൾസ്. അപ്പം വെസിക്കിൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് വെസിക്കിൾസ് കാണും. ഒന്ന് ഗ്യാസ് ഫീൽഡ് ചെയ്ത വാക്യൂൾസ് കാണും. അതുപോലെ തന്നെ ലിപ്പിഡ് ഡിപ്പോസിറ്റ് ഉള്ള അല്ലെങ്കിൽ സ്റ്റോർ ഹൗസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന വേറൊരു വാക്യൂൾസ് കാണും. അപ്പം രണ്ട് ടൈപ്പ് വാക്യൂൾസ് ആണുള്ളത്. ഗ്യാസ് ഫീൽഡ് വാക്യൂൾസ് ആണെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയക്കൊക്കെ അത് വാട്ടറിലൊക്കെ ഫ്ലോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റ് ഉള്ള ഡിപ്പോസിറ്റ് ഉള്ള ഒരു ടൈപ്പ് വെസിക്കിൾസ് ആണ്. ആ വെസിക്കിൾസ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് ഡിപ്പോസിറ്റ് ആയിരിക്കും ഉള്ളത്. അപ്പം അതിൻ്റെ എനർജിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും, സ്റ്റോർ ഹൗസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എൻഡോസ്പോർസ്. വെജിറ്റേറ്റീവ് സെൽസ് ഓഫ് സം ബാക്ടീരിയ പ്രൊഡ്യൂസസ് റെസ്റ്റിംഗ് സ്റ്റേജ് ഈസ് കോൾഡ് എൻഡോസ്പോർസ്. അപ്പം വെജിറ്റേറ്റീവ് സെല്ല് കോമൺ ആയിട്ടുള്ള ബാസിലസ്, ക്ലോസ്ട്രീഡിയം പോലുള്ള ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സിനെയാണ് നമ്മൾ എൻഡോസ്പോർസ് എന്ന് പറയുന്നത്. അപ്പം ഈ എല്ലാ ബാക്ടീരിയയും ഇത് പ്രൊഡ്യൂസ് ചെയ്യാറില്ല. നമ്മൾ പറയാറുണ്ട് സ്പോർ ഫോമിങ് ബാക്ടീരിയ എന്ന് പറയാറുണ്ട്. അപ്പം ക്ലോസ്ട്രീഡിയം, ബാസിലസ് ഒക്കെയാണ് സ്പോർ ഫോമിങ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾസ്. അപ്പം അങ്ങനെയുള്ള ബാക്ടീരിയയാണ് എൻഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു സ്പോർ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ആ സെല്ലിനുള്ളിൽ കുറച്ച് വാട്ടർ കണ്ടൻ്റ് ആയിരിക്കും ഉള്ളത്. അപ്പം ഈ സ്പോർ എന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഡ്രൈ ആസിഡ്സ്, ബേസസ്, സർട്ടൻ ഡിസിൻഫെക്റ്റൻ്റ് ഒക്കെ, റേഡിയേഷൻ, അതിനൊക്കെ ഇത് റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു എക്സോസ്പോറിയം, പിന്നെ വരുന്നതാണ് കോർട്ടെക്സ്. അതിനുള്ളിലാണ് ഡൈപിക്കോളിനിക് ആസിഡും ലാർജ് എമൗണ്ട് ഓഫ് കാൽസ്യം അയോൺസും പ്രസൻ്റ് ആയിരിക്കും. അപ്പം ഇത് ഏത് കണ്ടീഷനിലും ഇതിന് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ട് ഈ എൻഡോസ്പോർസിന്. അപ്പം നമ്മൾ പാസ്ചറൈസേഷൻ ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ സ്പോർ ഫോമിങ് ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഹീറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് നോർമൽ ഹീറ്റിൽ ഈ സ്പോറിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അപ്പം ഇത്രയുമാണ് ബാക്ടീരിയയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിനകത്ത് വരുന്നത്. ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ സൈറ്റോപ്ലാസം കൊടുത്തു. സൈറ്റോപ്ലാസിൽ റൈബോസോം, ന്യൂക്ലിയോയിഡ്സ്, ഗ്രാന്യൂൾസ്, വെസിക്കിൾസ്, എൻഡോസ്പോർസ് ഒക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പം നിങ്ങൾ പഠിക്കുമ്പം അതിൻ്റെ സ്ട്രക്ചറും കൂടെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ആ ഡയഗ്രാം കൂടെ ഉൾപ്പെടുത്തി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓർത്തിരിക്കാൻ പറ്റും.